മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു കോഴിക്കോട്ട് നിന്ന്. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിന് അയവില്ല. കള്ളവോട്ടിൽ പരസ്പര ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകരും CPIM പിന്തുണയോടെ മത്സരിക്കുന്ന വിമതരും രംഗത്തെത്തിയതോടെ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി. MK രാഘവൻ MP കയ്യേറ്റം ചെയ്തു. വോട്ടെണ്ണൽ തുടരുകയാണ്. അതിനിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലും CPIM അതിക്രമത്തിലും പ്രതിഷേധിച്ച് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. പ്രതിഷേധം അത് അക്രമത്തിലേക്ക് എത്തി. ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിന്റെ വോട്ടെണ്ണൽ അടക്കം എപ്പോഴായിരിക്കും? പുതിയ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം പൂർത്തിയാകും. കൃത്യം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. 3 മണിക്കൂർ നേരം തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ഉണ്ടാവും. 8700 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. 14,000-ഓളം വോട്ടുകൾ ഉണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത്രയും വോട്ടുകൾ പോൾ ചെയ്യാൻ സാധിച്ചില്ല. വോട്ട് ചെയ്യാനെത്തിയ പലരെയും മടക്കി അയച്ചു. CPM പ്രവർത്തകർ തടഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ കള്ളവോട്ട് ആരോപണം കോൺഗ്രസിനെതിരെ CPM ഉന്നയിക്കുന്നുണ്ട്. CPM പ്രവർത്തകർ രാവിലെ മുഴുവൻ കള്ളവോട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ കള്ളവോട്ട് ചെയ്യാൻ വന്നവരെയാണ് തടഞ്ഞത് എന്നുള്ളതാണ് CPM പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത്. എന്നാൽ MK രാഘവൻ MPയും DCC പ്രസിഡന്റും ഒക്കെ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയും അങ്ങനെ സമരം ചെയ്യുന്നവർക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ICUയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റു പല നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പോലീസ് അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ചരിത്രത്തിലില്ലാത്ത വിധം ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢശ്രമങ്ങൾക്കെതിരെ ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ സംഘർഷത്തിനിടയിൽ. മാത്രമല്ല നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനായുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നത്. അതിന് പോലീസിന് സഹായവും തേടിയെന്നാണോ ആരോപണം? തീർച്ചയായിട്ടും പോലീസ് ഇതിനെ കയ്യും കെട്ടി നോക്കി നിന്നു എന്നുള്ളതാണ് ഭാഷ്യം. അതായത് വേണ്ടത്ര പോലീസിനെ ഇറക്കിയില്ല. MK രാഘവൻ MP നേരത്തെ പറഞ്ഞത് ഇന്നലെ തന്നെ DGP ഉൾപ്പെടെ IG ഉൾപ്പെടെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസിന്റെ ഉന്നത നേതാക്കന്മാർക്ക് പരാതി കൊടുത്തിരുന്നു. ഇവിടെ ഇങ്ങനെ സംഘർഷങ്ങളിൽ സാധ്യതയുണ്ട് എന്ന മട്ടിൽ ആ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ പോലീസ് സേനയെ വിന്യസിച്ചില്ല. 2 ACPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അവിടെ ഉണ്ടായത്. ആ പോലീസ് സംഘത്തിന് ഇവരെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ CPMന് വേണ്ടി അവിടെ എത്തുകയും അവരെല്ലാം അവരെ തമ്പടിച്ച് ഈ കോൺഗ്രസിന്റെ വോട്ട് ചെയ്യാനെത്തുന്ന ആളുകൾക്കെതിരെ അതിക്രമം കാണിച്ചു എന്നും അതിൽ വോട്ട് ചെയ്യാനെത്തിയവർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ DCC പ്രസിഡന്റും MK രാഘവൻ MPയും വാർത്താ സമ്മേളനം നടത്തി പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലാണ്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഹർത്താലുകൾ UDFന്റെ ഭാഗത്തുണ്ടാവുന്നതും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഹർത്താലിന് കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപനം നടന്നിരിക്കുന്നു. അത് CPMന്റെ ഈ അതിക്രമത്തിന് നേരെ എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് നടക്കുന്നതും. അല്പസമയത്തിനകം ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി പുറത്തു വരും. പരാജയപ്പെടും എന്നുള്ളൊരു സൂചന ഈ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക കോൺഗ്രസ് പാനലിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. വൈകിട്ട് 7 മണിയോടെ വോട്ടെണ്ണൽ പൂർത്തിയായി ഫലമറിയാം എന്നതാണ്. ചേവായൂരിലെ സംഘർഷത്തിന് ഒടുവിൽ ഇപ്പോൾ വോട്ടെണ്ണലിലേക്ക് കടന്നിരിക്കുകയാണ്. വോട്ടെടുപ്പ് 4 മണിയോടെ അവസാനിച്ചിരിക്കുകയാണ്. അട്ടിമറിക്കാനുള്ള ശ്രമമെന്നാണ് MK രാഘവൻ MP അടക്കം പറയുന്നത്. PM നിയാസ് ഇപ്പോൾ ആശുപത്രിയിലാണ്.